സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ കാരുണ്യമായി ഈ അൾത്താറിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവസ്തുരൂപനായി ഈ അൾത്താറിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന നല്ല തമ്പുരാനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ലോകമെമ്പാടുമുള്ള സകല ജനത്തിനും വേണ്ടി ദൈവം കാൽവരിയിൽ കരുണ ചൊരിഞ്ഞ സമയമാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവേ, നിൻ്റെ കാരുണ്യക്കടലിൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യവംശം മുഴുവനും വേണ്ടി, മനുഷ്യവംശം മുഴുവനായി നശിച്ചു പോകാതിരിക്കുവാനും അവർ നിത്യജീവനം പ്രാപിക്കുന്നതിനുമായി പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. ഇത്രമാത്രം സ്നേഹത്തോടെ പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ആ പുത്രൻ ഈ ലോകത്തെ രക്ഷിക്കുന്നതും വീണ്ടെടുക്കുന്നതും തൻ്റെ ജീവൻ ബലി കൊടുത്തുകൊണ്ടാണ്. കാൽവരിയിൽ സ്വയം ബലിയായിത്തീർന്ന് ഇത്രമാത്രം പീഡകൾ സഹിച്ച് വേദനകൾ സഹിച്ച് അവസാന തുള്ളി രക്തവും മനുഷ്യവംശത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നൽകിയ പുത്രനായ ദൈവം, ഇത്രമാത്രം കരുണ ദൈവം മനുഷ്യവംശത്തോട് കാണിച്ചത് കൊണ്ടാണ് ഈ ഒരു നിമിഷം പോലും നമ്മൾ ദൈവത്തിൻ്റെ കരുണയുടെ കീഴിലായിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിമിഷം കൃപയുടെ സമയം, കർത്താവിൻ്റെ കാരുണ്യം ധാരാളമായി നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന ഈ സമയം, ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളങ്ങനെ ആശ്രയിക്കുന്നു, ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ആരാധനയുടെ നിമിഷം കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഈശോ പഠിപ്പിച്ച പല കാര്യങ്ങളും ശിഷ്യന്മാർ ശ്രവിച്ചുവെങ്കിലും അത് ഹൃദയത്തിലൊരു വലിയ ബോധ്യമായിട്ട്, ഒരു തിരിച്ചറിവായിട്ട് പലപ്പോഴും അത് മാറിയില്ല. ഒത്തിരി കാര്യങ്ങൾ ഈശോ അവരെ പഠിപ്പിക്കുവാനായിട്ട് പരിശ്രമിച്ചു. പക്ഷെ എന്തുമാത്രം അത് ഗ്രഹിക്കുകയും അവരുടെ ഹൃദയ കാഠിന്യവും ഹൃദയം മന്ദീഭവിച്ച അവസ്ഥയിലൊക്കെ ആയിരുന്നത് കൊണ്ട് ആ വചനത്തെ ഉൾക്കൊള്ളുവാനും വചനത്തെ സ്വീകരിക്കുവാനും അവർക്ക് സാധിക്കാതെ പോയി. ഈശോയുടെ മരണത്തോടും പീഡാനുഭവവും ഒക്കെ നേരിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരുന്ന ശിഷ്യന്മാർക്ക് പ്രത്യാശയുടെ, സന്തോഷത്തിൻ്റെ ഒരു പുതിയ അനുഭവമായിരുന്നു ഉത്ഥാനം. അവരുടെ സകല പ്രതീക്ഷകളും വീണ്ടും തളിർത്തു വരികയാണ്. കാരണം ഈശോ ഇന്നും ജീവിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തിലാണ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ. ആ ഒരു വലിയ ബോധ്യത്തിലാണെങ്കിലും അവിടെയും ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും അവർക്ക് സാധിക്കുന്നില്ല. ഉത്ഥാനത്തിന് ശേഷം ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 13 മുതലുള്ള തിരുവചന ഭാഗത്ത് എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഈശോയുടെ മരണത്തിന് ശേഷം ഒത്തിരിയേറെ സങ്കടത്തോടെ അവരുടെ വ്യക്തിപരമായ കാര്യത്തിനായി അവർ പോവുകയാണ്.
പോകുന്ന മധ്യേ മുഴുവനും അവർക്ക് പറയുവാനായിട്ടുള്ളത് അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമൊക്കെ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചാണ്. ഈശോ ഒരു രാജാവായി അവരെ ഈ ഒരു രാജ്യത്തെ പടുത്തുയർത്തും, നഷ്ടപ്പെട്ടു പോയവരെ പടുത്തുയർത്തുമെന്നുള്ള വലിയ ബോധ്യത്തോടെ, വലിയ ആഗ്രഹത്തോടു കൂടിയൊക്കെയായിരുന്നു അവർ നടന്നിരുന്നത്. പക്ഷേ എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഒത്തിരി നിരാശയോടെ, ഒത്തിരിയേറെ നൊമ്പരത്തോടെ, വേദനയോടെയാണ് അവർ എമ്മാവുസിലേക്ക് പോകുന്ന വഴി അവർ ഈശോയെ കണ്ടുമുട്ടുന്നു. പോകുന്ന വഴിയിൽ തൻ്റെ കൂടെ നടക്കുന്നവൻ ക്രിസ്തുവാണ്, തൻ്റെ കൂടെ നടക്കുന്നവൻ ഈശോയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു, ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരുന്നു. വിശ്വാസത്തോടെ കർത്താവിനെ കാണുവാനും കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അനുഭവിച്ചറിയുവാനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു വലിയ കൃപ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. സാധാരണ കൂടെ നടക്കുന്ന ഒരു സഹോദരനെ പോലെ, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ പോലെ ഈശോ അവരുടെ കൂടെ നടന്ന് വചനം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരോട് ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് തൻ്റെ എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർ. എപ്രകാരമാണ് യഹൂദന്മാർ ഈശോയെ കൊലപ്പെടുത്തിയതും കുരിശിൽ തൂക്കി മരിച്ചതും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലൂടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് അവർക്ക് സാധിക്കാതെ പോയി. വീണ്ടും ഈശോ അവരുടെ ഹൃദയകാഠിന്യവും വിശ്വാസരാഹിത്യത്തെയൊക്കെ കണ്ടുകൊണ്ട് അവരോട് പറയുന്ന കാര്യം, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. കൂടെ നടക്കുന്ന ക്രിസ്തു സാന്നിധ്യം വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഓരോ കാര്യങ്ങളും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വീണ്ടും അവർ താമസിക്കുന്നിടത്ത് ഒരുമിച്ച് വന്ന് അപ്പം മുറിക്കുന്ന സമയത്ത് അവർ തിരിച്ചറിയുകയാണ് ഈശോയെ. പ്രകാരം അപ്പം മുറിച്ച് സ്വന്തം ശരീരം മുറിച്ച് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത ആ ഈശോയെ ആ സമയത്ത് അവർ തിരിച്ചറിയുകയാണ്. അതിനുശേഷം അവരുടെ മുമ്പിൽ നിന്ന് മായുമ്പോൾ അവർ പറയുന്ന കാര്യം, കർത്താവ് അവൻ നമ്മോടുകൂടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിച്ചിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ ഒരു ക്രിസ്തു അനുഭവമാണ് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. കർത്താവിൻ്റെ വചനം കേൾക്കുകയും ആ വചനത്തിൻ്റെ ആഴവും സ്നേഹവും വ്യാപ്തിയുമൊക്കെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ അതൊരു വലിയ ക്രിസ്തു അനുഭവമാണ്. ക്രിസ്തു കൂടെ നടക്കുന്ന ആ വലിയ അനുഭവം നമ്മുടെ ഹൃദയങ്ങളും ജ്വലിക്കുന്നതായിട്ട് മാറും ക്രിസ്തു കൂടെയുള്ളപ്പോൾ. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മളും പ്രാർത്ഥിക്കുന്ന കാര്യം, വചനം കേൾക്കുകയും വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഴമായ ബോധ്യം നൽകണമേ, നിന്നെ അനുഭവിക്കുവാനും നിന്നെ സ്വീകരിക്കുവാനും നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്ന അനന്തമായ കരുണയെ തിരിച്ചറിയുവാനും കർത്താവെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒത്തിരി നമ്മുടെയൊക്കെ ജീവിതത്തെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ വലിയ കൃപയാലാണ്. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് എല്ലാം ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ആ ഒരു വലിയ ബോധ്യത്തിലേക്കും തിരിച്ചറിവിലേക്കും നമ്മൾ വരുന്നത് ക്രിസ്തു നമ്മുടെ കൂടെ നടക്കുന്നവനാണ്, കൂടെ നടന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നവനാണെന്നുള്ള ആ ഒരു വലിയ ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മൾ വളരുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, വചന വെളിച്ചത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ മോശയിലൂടെയും പ്രവാചകന്മാരിലൂടെയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നുണ്ട്. നമ്മുടെ മുമ്പിലായതുകൊണ്ട് വിശുദ്ധ കുർബാന മധ്യേ സ്വന്തം ശരീരവും രക്തവും ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മളെ നിത്യജീവന് അവകാശികളാക്കി മാറ്റുകയാണ് ഈശോ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തു മനുഷ്യവംശത്തോട് കാണിച്ച വലിയ കരുണ. വിശുദ്ധ കുർബാനയിലൂടെ ആരും നശിച്ചു പോകാതിരിക്കുവാനായിട്ട്
നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കുവാനായിട്ടുള്ള ഒരു ദിവ്യ ഔഷധം കർത്താവ് നമുക്ക് തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ കാരുണ്യത്തെ പ്രത്യേകമായി ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വിശുദ്ധ കുർബാനയോടുള്ള ഗാഠമായ പ്രണയം, അത് ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുണയും തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കും. ഈ ഒരു ആരാധനയുടെ സമയം, കർത്താവിൻ്റെ കരുണ ലോകമെമ്പാടുമുള്ള സകലരിലും നിറയുന്ന ഈ സമയം, കർത്താവെ, പരിശുദ്ധ കുർബാനയോട് ആഴമായ സ്നേഹം പുലർത്തുവാനും നിന്നിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സായിട്ട് നിന്നെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ കാണിച്ച ആ വലിയ കാരുണ്യത്തെ വിസ്മരിച്ച് കളയാതെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കീഴിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ, നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകളുമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒത്തിരിയേറെ വിഷമങ്ങളുടെയും കഷ്ടതകളിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരെ കർത്താവെ, നിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ കീഴിൽ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, ഓൺലൈനിലൂടെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, നിൻ്റെ കരുണയ്ക്ക് സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവെ, ഞങ്ങളെങ്കിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,